സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഒരു അത്ഭുതമാണ് പങ്കുവെക്കുന്നത്. അത്ഭുതം എന്ന് തന്നെ ഞാൻ അതിന് പറയും. കാരണം അത് ഇങ്ങനെയാണ്. മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നിൻകുടം വഴിപാട് നടത്തി. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് അതേപോലെ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് അതിന്റെ പുറത്ത് ശശികല ടീച്ചർ ഇനി ആ പൊന്നുംകുടൻ അവിടെ ഉണ്ടാവുമോ എന്ന രീതിയിലുള്ള സംശയത്തിന്റെ ഒരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു. അതൊരു വിഷകലയിൽ നിന്ന് വന്നിട്ടുള്ള അസല് മതവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വർത്തമാനമാണ് എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. സംഗതി അവിടെ കിടക്കട്ടെ. എന്റെ അത്ഭുതം എന്നൊക്കെ പറയാൻ കാരണം ഈ ഒരു പൊന്നുംകുടം എന്ന് പറയുന്ന ആ ഒരു വഴിപാട് നടത്തിയത് ആര് എന്ന് എന്റെ വലിയ കൺഫ്യൂഷൻ ആയിരുന്നു. എന്തായാലും അതിപ്പോ കിട്ടിയിരിക്കുന്നു. ജയകുമാർ എന്നുള്ളൊരു പേര് മാത്രമാണ് നമ്മുടെ മുമ്പിലേക്കൊക്കെ കിട്ടിയത്. പക്ഷേ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ ജയകുമാർ എന്ന് പറയുന്ന ആ മനുഷ്യനില്ലേ, അദ്ദേഹം ഒരു RSS നേതാവാണ്. ഇതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ഒരു അത്ഭുതം എനിക്ക് നിങ്ങളോട് പറയാനുണ്ടെന്നുള്ളത്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള അദ്ദേഹത്തെ നമ്മുടെ കേരളത്തിലെ സോക്കോൾ RSSകാര്, അതായത് അതിതീവ്ര മതചിന്തയുള്ള ആളുകൾ പലരും അംഗീകരിക്കുന്നില്ല. പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ ഇദ്ദേഹം മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണ്. അതായത് മട്ടാഞ്ചേരി സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുസ്ലിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് മാത്രമായിട്ടാണ് അവരെ സിനിമകൾ മാത്രമാണ് വിജയിക്കുക. അവരെ സിനിമകൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള PR വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ സിനിമകളൊന്നും നമ്മുടെ കേരളത്തിൽ വിജയിക്കില്ല. കാരണം ഈ മട്ടാഞ്ചേരി മാഫിയ പലപ്പോഴും ഹിന്ദുക്കളുടെ സിനിമകളൊക്കെ പോയിട്ട് അതിഭീകരമായിട്ട് ഇല്ലാണ്ടാക്കും, തകർത്ത് കളയും, തിയേറ്ററിലൊക്കെ കൂവി നശിപ്പിക്കും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ശക്തമാണ്, അതിശക്തമാണ്. ഒരു സംശയമില്ല. ഏതെങ്കിലും മമ്മൂട്ടിയുടെ സിനിമ ഒക്കെ വന്നു കഴിഞ്ഞാൽ മലപ്പുറത്താണെങ്കിൽ അത് സുഖമായിട്ട് വിജയിക്കും, മലപ്പുറത്ത് നിന്ന് കിട്ടാണ്ടല്ലോ, അവിടുത്തെ മാപ്പിളാര് മാത്രം ആ സിനിമ കണ്ടാൽ മതിയല്ലോ എന്ന രീതിയിലുള്ളൊക്കെ എഴുത്തുകള്, കമന്റുകള് ഇതിനൊക്കെ താഴെ കാണാം. അതുകൊണ്ടാണ് പറയുന്നത്, കൃത്യമായിട്ടുള്ളൊരു വേർതിരിവ് പലപ്പോഴും ഇപ്പൊ ഈ നടന്മാരോട് കാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിന്റെ ഒരു സൂചനയാണ്, അതിന് പ്രത്യക്ഷമായ നമുക്ക് കാണാൻ കഴിയുന്ന, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സൂചനയാണ് നമ്മുടെ മോഹൻലാലിന് അവാർഡ് കിട്ടുന്ന സമയത്ത്, അതും സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ആ ഒരു അവാർഡ് കിട്ടുന്ന അതേ സമയത്ത് നമ്മുടെ കേരളത്തിലേക്ക് വന്ന ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ മമ്മൂക്കയുടെയും നമ്മുടെ ദുൽഖർ സൽമാന്റെയും വീട്ടിലേക്ക് എത്തിയിട്ട് അന്വേഷണം ഉണ്ടായത്. ആ ദിവസം തന്നെ ഉണ്ടായതില് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഒപ്പം തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു കൃസംഗി ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ലതുപോലെ വ്യക്തമായി. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള സമയത്ത് നമുക്ക് ചെയ്യുന്നതെല്ലാം ഒരു മുസ്ലിം ഇതിന്റെ ഭാഗമായിട്ട് മാത്രമാണെന്നൊക്കെയുള്ള പ്രചാരണമുള്ള സമയത്താണ് ഒരു RSS നേതാവായിട്ടുള്ള ജയകുമാർ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പൊന്നിൻകുടം നേർച്ച നടത്തുമ്പോൾ ശശികല ടീച്ചർക്കുള്ള പ്രശ്നം എന്തെന്നറിയാമോ? അവർ വിചാരിച്ചത് ഈ ഹിന്ദുവായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരെന്തുവാണ്, ജയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, നല്ല മനുഷ്യൻ എന്ന് ഞാൻ പറയുന്നു, ആ ഒരു വ്യക്തി ഒരു പൊന്നിൻ കൊണ്ടുണ്ടാക്കിയ ഒരു കുടം ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തു. ആർക്ക് വേണ്ടിയിട്ട്? നമ്മുടെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് എന്നാണ് നമ്മുടെ ആ ഒരു ശശികല ടീച്ചർ എന്ന് ഞാൻ ഇനി പറയുന്നില്ല, ശശികല എന്ന് പറയുന്ന ആ വ്യക്തി വിചാരിച്ചത്. കാരണം ടീച്ചേഴ്സിന് അത്യാവശ്യം നല്ലൊരു ബഹുമാനം കൊടുക്കേണ്ട സമൂഹമാണല്ലോ, ഇവർക്കൊന്നും അത് ചേരൂല. അതുകൊണ്ട് എന്തായാലും കേട്ടെ. എന്തായാലും ശശികല അങ്ങനത്തെ ഒരു സംഗതി വിചാരിച്ചു പോയിരുന്നു. അതായത് ഒരു പൊന്നിന്റെ കുടമാണ് കൊടുത്തത്. ഇനിയിപ്പോ നാളെ ആ പൊന്നിന്റെ കുടം ആ അമ്പലത്തിൽ ഉണ്ടാവുമോ? ആ കുടം ആളുകളൊക്കെ തട്ടിയെടുത്ത് കൊണ്ടുപോകില്ലേ? CPM ഇപ്പൊ എല്ലാ ക്ഷേത്രത്തിലെയും പൊന്നൊക്കെ തട്ടിയെടുത്ത് കൊണ്ടിരിക്കുകയാണെന്നല്ലോ എന്ന ഒരു വ്യംഗ്യാർത്ഥം വെച്ചിട്ടാണ് ആയമ്മ അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതെല്ലാവർക്കും മനസ്സിലാവും. എന്തൊക്കെയായാലും അത് അങ്ങനെ ഒരു പൊന്നിൻകുടം എന്ന് പറയുന്നത് ഒരു നേർച്ചയാണ്, അവിടുത്തെ ഒരു ആചാര രീതിയാണ്. 2500 രൂപ എങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പൊന്നിൻകുടം നേർച്ച എന്ന് പറഞ്ഞ സംഗതി നടക്കും. അല്ലാതെ എല്ലാവരും പൊന്നിന്റെ കുടം കൊണ്ടുപോയി കൊടുക്കല്ല. ആ പൊന്നിൻകുടം നേർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 രൂപ അടച്ചു കഴിഞ്ഞാൽ പൊന്നിന്റെ കുടമൊക്കെ ക്ഷേത്രത്തിലുണ്ട്. അതൊരു നേർച്ചയായിട്ട് ഒരു സാങ്കല്പിക സംഭവമായിട്ട് അവിടെ നടക്കും, ഒരു പൂജാതി കർമ്മം അവിടെ നടക്കും എന്നുള്ളതാണ്. ഇതിന്റെ എക്സാക്ട് സംഗതി ഒന്നും എനിക്ക് അറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ സംഗതി ഉള്ളത്. ഇതറിയാതെയാണ് അമ്മാതിരി ഈ ശശികല എന്ന് പറയുന്ന ആള് അമ്മാതിരി എഴുത്തുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായാലും ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെ മുസ്ലിം ജനവിഭാഗത്തെ മുഴുവൻ അകറ്റി നിർത്തണം എന്ന്
ഉള്ളാലെ ആഗ്രഹിക്കുന്ന, ഇന്ത്യ മഹാരാജ്യം എന്തെങ്കിലും ഒരു ഹിന്ദു രാഷ്ട്രമായി മാറണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന അതേ ടീമിൽ നിന്ന് തന്നെ ഒരു മനുഷ്യന് വന്നിട്ട് മമ്മൂട്ടിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു നേർച്ച നേരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതമല്ലേ? പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്രം നാളിലാണ് സംഗതി നേർന്നിട്ടുള്ളത്. ഉത്രം എന്ന് പറയുന്നത് മമ്മൂക്കയുടെ നാളല്ല. മമ്മൂക്കയുടെ നാൾ ആയില്യമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആയില്യം നാളിലാണ് നമ്മുടെ മോഹൻലാല് ഒരു നേർച്ച നേർന്നത്, ശബരിമല കയറിയിട്ട്. അത് 8, 9, 10, 12 വർഷമായിട്ടേ ശബരിമല കയറിയിട്ട്. പിന്നെ ഇപ്പൊ കയറുന്നത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അജാതി നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ, നല്ല മനുഷ്യന്മാർ ഏറെയുണ്ട് നമ്മുടെ കേരളത്തിൽ, ഏറെയുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ശശികലയെ പോലെയുള്ള അതിതീവ്ര എന്താ പറയുക മൈൻഡുള്ള ചില ആളുകളൊക്കെ എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭജനം ഉണ്ടാകണേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതേ കൂട്ടത്തിൽ നിന്ന് തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനെ, അദ്ദേഹത്തിന് മതമോ മറ്റൊന്നും പരിഗണിക്കാതെ, അതൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്ന്, അതൊന്നും പരിഗണിക്കാതെ അദ്ദേഹത്തിനുള്ള നടനെ, ആ ഒരു നടൻ ഏറെക്കാലം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണമെന്നുള്ള അപാരമായ ആഗ്രഹത്തോടെ താൻ സമ്പാദിച്ച 2500 രൂപയെങ്കിൽ 2500 രൂപ ഒരു വലിയ തുക തന്നെയാണെന്ന് ഞാൻ പറയും. ഒരു വലിയ തുക തന്നെയാണ്. സാധാരണക്കാർക്ക് 2500 എന്നൊക്കെ പറയുന്ന ഒരു വലിയ തുകയാണ്. അപ്പോൾ ആ ഒരു മനുഷ്യൻ ഒരു 2500 രൂപ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഒരു പൊന്നിൻകുടം നേർച്ചയ്ക്ക് വേണ്ടി നേർന്നിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ്റെ ഒരു നന്മയാണ്. ഞാൻ അങ്ങനെ വിചാരിക്കാൻ ആണ് എനിക്കിഷ്ടം. അത് ആ മനുഷ്യൻ്റെ ഒരു നന്മയാണ്. RSSകാരൻ എന്നുള്ള സംഗതിയൊക്കെ ഞാൻ മറന്നു കളയുന്നു. ഈ ഒരു നിമിഷത്തിൽ മമ്മൂക്കയ്ക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് അത്രയും ചിന്താകൾ ഒഴിവാക്കിയിട്ടായിരിക്കില്ലേ? അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇതിന് രണ്ടാമത്തൊരു മുഖമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവരൊക്കെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് എന്നൊരു ചിത്രം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഞങ്ങൾ ഇവർക്കൊക്കെ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. നമ്മുടെ സുരേഷ് ഗോപി അങ്ങനെയാണല്ലോ. ഇലക്ഷന്റെ സമയത്ത് ഒരു പൊന്നിന്റെ ഒരു കിരീടമൊക്കെ ഏതോ ലൂർദ മാതാവിന് ആർക്കോ വേണ്ടിയിട്ടൊക്കെ നേർന്ന് അവിടെ കൊണ്ടുവച്ചു. അത് പിന്നെ നിലത്ത് വീണു. അങ്ങനെ പല, പിന്നീട് ചെമ്പായി, ചെമ്പ് ഗോപി എന്നുള്ള പേര് വീണു. ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോ ഒരു സംഗതിക്ക് മുമ്പ് ഈ ഇലക്ഷനൊക്കെ വരുമല്ലേ, അപ്പൊ അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഇവരോടൊക്കെ ഇപ്പോൾ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ലാതെ വഴിപാട് കഴിക്കാനൊക്കെ ആഗ്രഹിക്കുകയും അതൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ന ഒരു തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ RSS നേതാവ് ഇങ്ങനെ ചെയ്തത് എന്ന രീതിയിലും ചില വർത്തമാനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊന്നും നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയായാലും സംഗതി ഒരു അത്ഭുതകരമാണ്, സന്തോഷമുള്ള ഒരു കാര്യമാണ്. മലയാളി എന്ന രീതിയിൽ ഇത് കാണുമ്പോൾ ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. RSSകാരൻ ചെയ്തതല്ല, അത് വിട്ടേക്കും. ഒരു ഹിന്ദു എന്ന് പറയുന്ന വിശ്വാസത്തിൽപ്പെടുന്ന ഒരാള് മുസ്ലിം എന്ന് പറയുന്ന മതവിശ്വാസമായി കൊണ്ടുനടക്കുന്ന മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ താൻ വിശ്വസിക്കുന്ന ദൈവത്തോട് വേറൊരു മതത്തിൽപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമാണ്. അതെനിക്ക് വളരെയധികം ഇഷ്ടമായി. എന്നാൽ ഇത്തരം ജാതിയും മതവും ചിന്തകളും ഒന്നും ഉണ്ടാവരുത് എന്ന് കൂടി ആഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ. ഈ ജാതി മതം ഇമാതിരി പരിപാടിയൊക്കെ അവസാനിച്ചാൽ തന്നെ നമ്മുടെ സമൂഹം അത്യാവശ്യം വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിത് അവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു അത്ഭുതത്തെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ, സബ് ചെയ്ത് കൂടെ കൂടുമെന്നുള്ള പ്രതീക്ഷയോടെ അവസാനിപ്പിക്കട്ടെ. ബൈ.